ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 5 ദിവസങ്ങൾക്ക് ശേഷം ഔദ്യോഗിക പ്രതികരണം നടത്തി താരസംഘടനയായ അമ്മ. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ലെന്നും ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പ്രതികരണം. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു മേഖലയെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും താരസംഘടന പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നാണ് താരസംഘടനയുടെ നിലപാടെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. സംഘടന ഒളിച്ചോടിയിട്ടില്ല. പ്രതികരണം വൈകിയത് താരനിശ മൂലം. റിപ്പോർട്ടിനെ സംഘടന പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ തൊഴിലിടങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം മാധ്യമങ്ങൾ താരസംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. ഈ സംഘടന എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്. ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. സിനിമയിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി അറിവില്ല. 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ. ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ടൊരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. നടിമാരുടെ വാതിലിൽ മുട്ടുന്നതാരെ ഉപദ്രവിക്കുന്നതാരെ എന്ന് അറിവില്ല. എല്ലാം പുകമറ മാത്രം. കുറ്റക്കാരുടെ പേരുകൾ റിപ്പോർട്ടിലുണ്ടെങ്കിൽ കേസെടുക്കണം. താരസംഘടന കുറ്റക്കാർക്ക് എതിരാണ്. ഇത് ആരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഹർജിയിൽ സംഘടന കക്ഷി ചേരില്ല. സംഘടനയിൽ അംഗങ്ങളായ 99% ആളുകളോടും ഹേമ കമ്മിറ്റി വിവരങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടിയെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല. ഏകപക്ഷീയമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ചോദ്യത്തിന് പക്ഷേ വൈസ് പ്രസിഡന്റ് മറുപടി പറഞ്ഞില്ല. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങൾ ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പോൾ ആരും അറിഞ്ഞില്ല. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താരസംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലെന്നായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ജനം, കൊച്ചി.